ഇപ്പോൾ രണ്ടാമത്തെ കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്ന മുഹമ്മദ് ഷംസീർ നമ്മോടൊപ്പം ഉണ്ട്. ഷംസീർ, ആദ്യത്തെ കലോത്സവം കോഴിക്കോട് നടക്കുമ്പോൾ കല്യാണം ശരിയായിട്ടില്ലായിരുന്നു. അന്ന് ഞങ്ങൾ ഒപ്പന നിനക്ക് വിട്ടുതന്നു, ഒപ്പന വേദി. ഈ കൊല്ലവും സാജുക്ക പ്രത്യേകം താല്പര്യം എടുത്തിട്ട് ഒപ്പന വേദി ഷംസീറിന് വിട്ടുതന്നു. ഇപ്രാവശ്യം ശരി, അത് പോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഈ കലോത്സവം? കലോത്സവം നേരത്തെ സേഫൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. കോഴിക്കോട് നമ്മൾ വലിയ ജനക്കൂട്ടത്തെ കണ്ടു, ആസ്വാദകരെ കണ്ടു. അപ്പോൾ മലബാറിൽ നടന്നാലാണ് അങ്ങനെയൊക്കെ കാണുള്ളൂ എന്നായിരുന്നു വരുന്ന സമയത്തും തുടക്ക സമയത്തൊക്കെ നമ്മൾ കരുതിയത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കൊല്ലം ഈ കലോത്സവത്തെ അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റിയ ഒരു കാഴ്ച. അപ്പോൾ ഇന്നലെ ഒന്നും ആശ്രമ മൈതാനത്ത് കാലുകുത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അത് പല വേദികളിലും അങ്ങനെ തന്നെയായിരുന്നു. മാപ്പിളപ്പാട്ട് വേദിയാണ്, കോൽക്കളി ആയാലും ദഫ്മുട്ട് ഈ വേദികളിലൊക്കെ വലിയ തോതിൽ ആൾക്കാർ വരുന്നു, ഇതിനെ ആസ്വദിക്കുന്നു. അപ്പോൾ ആൾക്കാർ ഇതിനെ നമ്മുടെ മാപ്പിള കലാരൂപങ്ങളൊക്കെ ഏറെക്കുറെ വേദിയിലൊക്കെ പോയത് ഷംസീറായിരുന്നു. ഒരു പക്ഷെ നമ്മൾ മലബാറിൽ കണ്ട ഒരു സ്വീകാര്യത ഈ ഒപ്പനയ്ക്കും കോൽക്കളിക്കും ഒക്കെ കിട്ടില്ല എന്നൊരു വിലയിരുത്തൽ മുമ്പുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അല്ലേ? ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. നല്ല തോതിൽ ആൾക്കാർ വരുന്നു, ആസ്വദിക്കുന്നു. പരിപാടി ഇപ്പോൾ കഴിഞ്ഞൊരു മത്സരം, കോൽക്കളി മത്സരം 3 മണിക്ക് തുടങ്ങേണ്ടത് 9 മണിക്കാണ് തുടങ്ങി. അപ്പോൾ പോലും ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ് ആ വേദിയിൽ. അപ്പൊ ആ തരത്തിൽ വലിയ ആസ്വാദകർ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. നിബിൻ കാരാട് ഞങ്ങൾ എഡിറ്ററാണ്. ഇന്നലെ ബർത്ത്ഡേ കൂടിയായിരുന്നു നിബിൻ. അത് ഞങ്ങൾ ഗംഭീരമായി ആഘോഷിച്ചിട്ടുണ്ട്. നിബിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിബിൻ നമ്മൾ മീഡിയ വൺ തുടങ്ങിയതിന് ശേഷം ഇതുവരെയുള്ള എത്ര കലോത്സവങ്ങൾക്ക് വന്നിട്ടുണ്ട്? 10 കലോത്സവം. ഈ മനുഷ്യന് മടുക്കുന്നില്ല എന്ന് ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ ഗംഭീരമായി ടീമിനൊപ്പം ഊണും ഉറക്കം ഒഴിച്ച് ഇനിയിപ്പോൾ രാത്രി 2 മണിക്കാണ് ഒരു സ്റ്റോറി എഡിറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് വെച്ചാൽ അപ്പോഴും റെഡിയാണ്, 4 മണിക്കൂർ റെഡിയാണ്, 5 മണിക്കൂർ റെഡിയായ ഒരു മനുഷ്യൻ, അതിഗംഭീരനായ ഒരു മനുഷ്യൻ. എന്തായിരുന്നു ഈ കലോത്സവം ബാക്കിയാക്കുന്ന ഓർമ്മകൾ എന്താണ്? നമ്മളുടെ ക്യാമറ എത്താത്തൊരു ഏരിയ അല്ല ഈ കലാനഗരിയിൽ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കലാനഗരി മുഴുവനായിട്ട് കാണാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് പ്രേക്ഷകർക്കും ഇത് മുഴുവൻ കാണാൻ കൊടുത്തു. അതിൻ്റെ ഒരു സന്തോഷമാണ്. തീർച്ചയായും. അപ്പൊ ഇന്നലെ ബർത്ത്ഡേ ഒക്കെ ഇവിടുന്ന് ആഘോഷിച്ചപ്പം നാട്ടിലില്ലാത്തതിന്റെ ഒരു വിഷമവേദന തോന്നിയോ? ഇല്ല, ആ ടീം എല്ലാം കൂടി അത് പരിഹരിച്ചു, ഗംഭീരാക്കി. കണ്ണൻ എത്രാമത്തെ കലോത്സവ? കണ്ണൻ ഞങ്ങളുടെ ക്യാമറ ടീമിലെ പ്രധാനി. എത്രാമത്തെ കലോത്സവം കണ്ണൻ ഓർമ്മയുണ്ടോ? 2014 മുതലുണ്ട്. എന്തായിരുന്നു കൊല്ലം കലോത്സവത്തിന്റെ ഓർമ്മകൾ? എന്താ? നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കോഴിക്കോടിനെ മുന്നേ നടന്ന പോലെ തന്നെ അതിനേക്കാൾ വലിയ ജനങ്ങളും നമ്മൾ ഈ നെഞ്ചിലേറ്റി കഴിഞ്ഞാൽ വിശാലമായ നെഞ്ചാണ്. എത്ര പേരെ ഏറ്റാൻ കഴിയുന്നല്ലേ? ശരി. അപ്പോൾ നമ്മളിനി കുറച്ചുകൂടെ നമ്മുടെ നേരത്തെ സാജുക്ക സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് കുറെ കൂടി നമ്മൾ പ്രാധാന്യം നൽകുന്ന ഒരു കാലത്ത് കൂടിയാണ്. നമ്മുടെ ഓൺലൈൻ ടീം അതിഗംഭീരമായ ഒരു വർക്കും പെർഫോമൻസും കാഴ്ചവെച്ച ഒരു കലോത്സവം കൂടിയാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ചോദിച്ചറിയുന്നത് നമ്മൾ ബിബിൻ ജെയിംസിലേക്ക് കൂടി പോവുകയാണ്. ബിബിൻ നമ്മളെ ക്യാമറ ടീമിലെ പ്രധാനിയാണ്. ബിബിൻ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാവും. കാരണം നമ്മൾ ടി വിയിലൂടെ ഒന്നും കാണാത്ത ഒരുപാട് വിഷ്വൽസ് സ്വന്തമായി എടുത്തു വെച്ച ഒരാൾ കൂടിയാണ്. ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസ് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് എന്തായിരുന്നു കൊല്ലം കലോത്സവം ബാക്കിയാക്കിയ ഓർമ്മകൾ? കോഴിക്കോട് കലോത്സവം, കോഴിക്കോടല്ല കൊല്ലം. കോഴിക്കോട് കലോത്സവം അതിന്റെ എക്സ്ട്രീം ആണ് എന്നാ കരുതിയത് ജനങ്ങളുടെ ഇതില്. പക്ഷെ കൊല്ലം കണ്ടപ്പോ അതിനേക്കാൾ മുകളിലേക്ക് ആൾക്കാർ വരുന്നത് മനസ്സിലായി. വലിയ അടിപൊളി ചെയ്തു കൊല്ലം കലോത്സവം. ബിബിൻ നേരത്തെ പ്രതീക്ഷ എല്ലാ ദൃശ്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ കാഴ്ചകളും കിട്ടി. എല്ലാ കാഴ്ചകളും കിട്ടി. ഗംഭീരം. അംജു നമ്മുടെ തിരുവനന്തപുരത്തെ ക്യാമറ ടീമിലെ പ്രധാനിയാണ്. അംജു നേരത്തെ കലോത്സവം റിപ്പോർട്ട് ചെയ്തിരുന്നോ? ഏതാ? കോഴിക്കോട് തിരുവനന്തപുരം ഉണ്ടായിരുന്നു. എന്താണ് കൊല്ലം കലോത്സവം? ഒരു പക്ഷേ തിരുവനന്തപുരത്തേക്ക് അടുത്താണ്. അപ്പൊ നേരത്തെ ഒറ്റ കാര്യം, അതായത് അംജുവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു സൊല്യൂഷൻ അംജുവിന് ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ക്യാമറയിൽ മാത്രമല്ല നമ്മുടെ അണിയറയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തുതീർപ്പുണ്ടാക്കുന്ന ഒരാൾ കൂടിയാണ് അംജു. എങ്ങനെയായിരുന്നു തയ്യാറെടുപ്പുകളൊക്കെ? നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത് കളറാക്കുമെന്നുള്ളത്. അപ്പോൾ ഈ നിമിഷം അടിപൊളി ഗംഭീരമാക്കി നമ്മൾ ഇതിനെ ഒരു ലാസ്റ്റ് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായും നമ്മുടെ ക്യാമറ ടീമിലെ ആളുകളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അതിലെ പ്രധാനി നമ്മുടെ SS സനോഷിക്ക അണിയറയിലാണ്. ഈ ഫ്രെയിമിന്റെ പിറകിലുണ്ട് സനോഷിക്കയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ പോകാൻ വഴി. ഷബീറും അപ്പോൾ അണിയറയിലുണ്ട്. 2 പേർക്കും ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. എന്തായാലും ഇതാണ് കൊല്ലം കലോത്സവം ബാക്കിയാക്കുന്ന ഏറ്റവും നിറമാർന്ന കാഴ്ചകളും കാര്യങ്ങളും.